الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം. ഇലക്ഷനാണ് നടക്കാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ നന്മയും ഈ നാടിന്റെ പുരോഗതിയും ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വികസനവും ഈ നാട്ടിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. കാരണം നമ്മൾ ഈ നാട്ടുകാരാണ്, ഈ നാട്ടിലെ പൗരന്മാരാണ്. ഈ രംഗത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും മുൻഗാമികളും നമുക്ക് മാതൃകയാണ്. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അന്നത്തെ രാഷ്ട്ര നായകനോട്, ഭരണാധികാരിയോട്, രാജാവിനോട് ആവശ്യപ്പെടുന്ന ഒരു വർത്തമാനം, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. ഈ രാജ്യത്തിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പ് ചുമതല എന്നെ ഏൽപ്പിക്കണം, ഞാൻ വിവരമുള്ള സൂക്ഷിപ്പുകാരനായിരിക്കുമെന്നാണ് യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. തീർച്ചയായും അന്ന് ആ രാജ്യം അഭിമുഖീകരിച്ച വലിയ ഒരു പട്ടിണിക്കാലത്തെ, അതുവഴി നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ പടഞ്ഞു മരിച്ചു പോകാവുന്ന ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ആ നാടിനെയും ആ നാട്ടുകാരെയും സംരക്ഷിക്കുകയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ആ രാജ്യത്തിന്റെ സുസ്ഥിതി നിലനിർത്താനും പട്ടിണിയെയും അതേപോലെ ക്ഷാമ കാലത്തെയും അതിജയിക്കുവാനും യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാടുകൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും ദീർഘവീക്ഷണത്തോടെയുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടും സർവോപരി അള്ളാഹുവിന്റെ സഹായത്താലും സാധ്യമായി എന്നത് ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമ്മെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതെ, ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നന്മ ആഗ്രഹിക്കുന്നവരായി നമ്മൾ മാറണം. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇന്നി ഹഫീദുൻ അലീം, ഞാൻ വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്ന് പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും എന്നും ഈ നാടിനെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്, സർവോപരി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ. കാരണം നമ്മുടെ മുൻഗാമികളായ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, അതേപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള മുൻഗാമികളായ നേതാക്കന്മാർ ഈ രാജ്യത്തിന് വേണ്ടി സ്വതന്ത്ര സമര വീതികളിൽ അതിശക്തമായി മഹാത്മാഗാന്ധിയോടൊപ്പം, ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം, അതേപോലെ തന്നെ ഇന്നലകളിൽ നമുക്ക് മുമ്പേ കടന്നുപോയ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. അവർ നമുക്ക് സമ്മാനമായി നൽകിയതാണ് ഈ ഭരണഘടന. അതുകൊണ്ട് തന്നെ അവരുടെ പിൻഗാമികൾ എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഭരണഘടന നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൗലികാവകാശമാണ് വോട്ടവകാശം. ആ വോട്ടവകാശത്തെ കൃത്യമായി സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ചില ആളുകളുണ്ട്, എന്ത് വോട്ട്, അതിലൊന്നും കാര്യമില്ല, വോട്ടൊന്നും ചെയ്യാതെ അങ്ങനെ മാറി നിൽക്കുക, അത് ശരിയല്ല, ശരിയായ നിലപാടുമല്ല. മറ്റു ചില ആളുകൾ പറഞ്ഞതുപോലെ വോട്ട് അത് ഹറാമാണ് എന്ന് പറഞ്ഞ് പുസ്തകം ഇറക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും അത് താവൂത്തി ഗവൺമെന്റിന് അനുസരിക്കലാണെന്നൊക്കെ പറഞ്ഞത് കുഫറാണ് എന്നെല്ലാം പറഞ്ഞ് ഖണ്ഡശ ലേഖനങ്ങൾ എഴുതിയ ആളുകൾ, അവർക്കിന്ന് ബോധം വരുന്നു, ഇരുന്ന് തിരുത്തുന്നു. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, മത്സരിക്കുന്നു, ആർക്ക് പിന്തുണ നൽകണമെന്ന പ്രഖ്യാപനങ്ങൾ നൽകുന്നു. അന്നേ കേരള ജമിയത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ രാജ്യത്തിന്റെ നന്മക്കും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഉതകുന്ന നന്മയിൽ മുഴുവൻ മുസ്ലിങ്ങളും ഹൃദയം തുറന്ന് ചേർന്ന് നിൽക്കണമെന്ന കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്, അതിത് ഒരു നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അതിന് തിളക്കമുണ്ട്, വെളിച്ചമുണ്ട്, ഉജ്ജ്വലമാണ്.
ആ നിലപാടുകൾ പാളാത്ത, തകർത്ത, അബദ്ധങ്ങൾ വരാത്ത ഒരു നിലപാടായി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡ്, നമ്മുടെ പ്രദേശം, നമ്മുടെ കോർപ്പറേഷൻ, നമ്മുടെ മുനിസിപ്പാലിറ്റി, മത്സരിക്കുന്നവർ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ്. നമ്മൾ ആ രംഗത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ അത് അവനവനും തീരുമാനിക്കാം. പക്ഷേ ആ തീരുമാനത്തിൽ അതെ ഈ നാടിന്റെ നന്മയും, ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലെ സുസ്ഥിതിയും, ഈ നാട്ടിലെ ഐക്യവും അതിന് കൂടുതൽ മുന്തിയ പരിഗണനയും നൽകുന്ന, ഈ രാജ്യത്ത് ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിലുള്ള ധ്രുവീകരണങ്ങൾക്ക് ശ്രമിക്കാത്ത, വർഗീയ തീവ്ര ചിന്തകൾക്ക് പ്രചോദനം നൽകാത്ത, ഈ രാജ്യത്ത് എല്ലാവർക്കും അവനവൻ്റെതായ തലത്തിലുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വേണം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണ സോപാനങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ. എങ്കിലാണ് രാജ്യത്ത് എല്ലാ അർത്ഥത്തിലുള്ള സുസ്ഥിതിയും സമാധാനവും സാധ്യമാവുകയുള്ളൂ എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനം നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത്, നബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് മക്കയിൽ അവിടെ വളരെ സാധുക്കളായ അല്ലെങ്കിൽ മർദ്ദിതരായ ആളുകളെ എല്ലാം സഹായിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, ആവശ്യക്കാരും അത്യാവശ്യക്കാരുമായ ആളുകളെ, പല നാടുകളിൽ നിന്നും വരുന്ന ആളുകൾ, മക്കയിലെത്തുന്ന ആളുകൾ, അവരെ പലരും ആക്രമിക്കുകയും പലരും അവരോട് തട്ടിക്കയറുകയും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അത്തരം സാധുക്കളെ, അത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാഹിലിയ കാലഘട്ടത്തിൽ അത് അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ നേതൃത്വത്തിൽ ഒരു 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 സംവിധാനം ഉണ്ടാക്കി അവരെ സംരക്ഷിക്കാൻ വേണ്ടി. ഹൽഫുൽ ഫുളൂൽ എന്നാണ് പറയുക. ആ ഒരു സംവിധാനത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പ്രവാചകനായതിനു ശേഷം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നും ഹൽഫുൽ ഫുളൂൽ പോലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അഥവാ നാടിന്റെ അതേപോലെ ആവശ്യക്കാരന്റെ അത്യാവശ്യക്കാരന്റെ സമാധാനത്തിന്, നാട്ടിലെ സുസ്ഥിതിക്കും സമാധാനവും നിലനിർത്തുക എന്ന സംവിധാനത്തിന്റെ ഭാഗം എന്നോണമുള്ള അത്തരം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ അതുമായി സഹകരിക്കും. അങ്ങനെ സഹകരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് 100 ഒട്ടകങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നാട്ടുകാരാണ്, ഈ നാട്ടിലെ പൗരന്മാരാണ്. നമുക്ക് വോട്ടവകാശമുണ്ട്. ആ വോട്ടവകാശത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. SIR ഇപ്പോഴും പേര് കൊടുക്കാതെ ഇങ്ങനെ നീട്ടി നീട്ടി വലിച്ചു നടക്കുന്ന ആളുകളുണ്ട്. അത് പിന്നെ നോക്കാം, അത് പിന്നെ അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ, വന്നടച്ച് ഇത് കാണാം എന്നൊക്കെ പറയുന്ന ആളുകൾ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ നമ്മൾ ആദ്യം കെട്ടിയിടണം, എന്നിട്ടാണ് നമ്മൾ തവക്കലാക്കേണ്ടത്. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടാണ് തവക്കലാക്കേണ്ടത്. ഒട്ടകത്തെ കയറൂരി വിട്ടിട്ടല്ല തവക്കലാക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. എന്നിട്ടാണ് നമ്മൾ അല്ലാഹുവിൽ തവക്കലാക്കേണ്ടത്. അതുകൊണ്ട് SIR അതിന്റെ എന്യൂമറേഷൻ ഫോം ഇപ്പോഴും വാങ്ങിക്കാതെ, ഫില്ല് ചെയ്യാത്ത, നടപടികൾ ചെയ്യാത്ത ആളുകൾ അതീവ ഗൗരവത്തിൽ ഇത് കാണുകയും ആ ദൗത്യം കൂടെ, അല്ലെങ്കിൽ ആ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക എന്ന് നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന, ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ നാട്ടിന്റെ എല്ലാ നന്മകളിലും ചേർന്ന് നിൽക്കുന്ന, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, പ്രാർത്ഥിക്കുന്ന അഭിമാനമുള്ള മുസ്ലിങ്ങളായി, അഭിമാനമുള്ള പൗരന്മാരായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. നമുക്ക് ചുറ്റുമുള്ള സ്നേഹ സൗഹാർദ്ദ ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിലനിർത്തുവാനും, രാജ്യത്തിന്റെ നിലനിലുള്ള ഐക്യവും രാജ്യത്തിന്റെ ഭരണഘടനയുടെ കെട്ടുറപ്പിനും അതിന്റെ സംരക്ഷണത്തിലും നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ ഹൈന്ദവ, ക്രൈസ്തവ, സിഖ്, ജൈന, ബൗദ്ധ എന്ന് തുടങ്ങി മുഴുവൻ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെയും കൈകളോട് കൈകൾ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ അഭിമാനത്തോടെ അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിയതമായ പോരാട്ടങ്ങളാണ് ഉണ്ടാകേണ്ടത്. മറിച്ച് അതല്ലാത്ത തലത്തിൽ അതിവൈകാരികതയുടെ, അതിക്രമത്തിന്റെ, അതേപോലെ വർഗീയതയുടെ, തീവ്രവാദത്തിന്റെ, സ്വജനപക്ഷപാതിത്വത്തിന്റെ നിലപാടുകളിലേക്ക് പോകാതെ രാജ്യക്കൂറുള്ളവരും അതോടൊപ്പം തന്നെ അവനവന്റെ ആദർശത്തിൽ അഭിമാനവും ആത്മാഭിമാനവും ഉള്ളവരായി, അഭിമാനമുള്ള പൗരന്മാരായി നിലകൊള്ളുക. വോട്ടവകാശം എന്ന മൗലികാവകാശത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുന്നവരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.